മലയാളിയുടെ മനസ്സിൽ എന്നും തീരാ നോവാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർ. ജീവിതം വേദനാപൂർവ്വമാകുമ്പോഴും സർക്കാർ സഹായം തേടി സമരം ചെയ്യുന്നവർ. സർക്കാർ വാഗ്ദാനം പാലിക്കാത്തതോടെ വീണ്ടും സമരത്തിനൊരുങ്ങുകയാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർ. 2017 പ്രത്യേക മെഡിക്കൽ ക്യാമ്പിൽ നിന്ന് കണ്ടെത്തിയ 1031 പേരെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് 4.5 മാസം കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ സമരം നടത്തിയത്. കാഞ്ഞങ്ങാട് മണ്ഡലം MLAയും മുൻ മന്ത്രിയുമായ ഇ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ 5 MLAമാർ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിച്ചിരുന്നു. തുടർന്ന് അനുകൂലമായ നടപടി ഉണ്ടാകുമെന്ന മുഖ്യമന്ത്രിയുടെ വാക്കിന് പിന്നാലെയാണ് സമരം നിർത്തിവെച്ചത്. എന്നാൽ വാക്ക് പാലിക്കാതെ വന്നതോടെയാണ് അമ്മമാരും കുട്ടികളും സെക്രട്ടേറിയറ്റ് പടിക്കൽ അനിശ്ചിതകാല നിരാഹാരം ഉൾപ്പെടെയുള്ള സമരം നടത്താൻ സമരസമിതി തീരുമാനിച്ചത്. 2017 കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലായി നടന്ന പ്രത്യേക മെഡിക്കൽ ക്യാമ്പിലൂടെ 1905 എൻഡോസൾഫാൻ ദുരിതബാധിതരെ കണ്ടെത്തുകയുണ്ടായി. അത് പറയുന്നത് അന്നത്തെ അതിൻ്റെ ഉത്തരവാദിത്വമുള്ള ഡെപ്യൂട്ടി കളക്ടറായിരുന്നു. പക്ഷേ പിന്നീടത് 287 ചുരുക്കി. ഈ സന്ദർഭത്തിൽ ദുരിതബാധിതരുടെ നേതൃത്വത്തിൽ ഒരുപാട് പ്രക്ഷോഭ പരിപാടികൾ നടന്നതിൻ്റെ ഭാഗമായി ആദ്യം 76 പേരെയും പിന്നീട് 511 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും ആ ലിസ്റ്റിൽ പെടുത്തി. ഈ 1905 നിന്ന് തന്നെയാണ് അത് പെടുത്തുന്നത്. ബാക്കി വന്ന 1031 പേരുടെ കാര്യത്തിൽ സർക്കാർ യാതൊരു തീരുമാനങ്ങളോ നടപടികളോ ഇല്ലാതെ വന്നപ്പോഴാണ് അവർ സമരം ചെയ്തു വന്നത്. നിയമസഭയിൽ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു 1031 ദുരിതബാധിതരെ സഹായ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി എന്ന് പ്രഖ്യാപിച്ചതാണ് പ്രതിഷേധത്തിന് കാരണം. ആദ്യ പ്രതിഷേധം എന്ന നിലയിൽ ജൂലൈ 17 കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും. 2017 മെഡിക്കൽ ക്യാമ്പിൽ നിന്നും കണ്ടെത്തിയ 1905 പേരിൽ നിന്ന് ആദ്യം 287 പേരെയും പിന്നീട് നടത്തിയ സമരങ്ങളെ തുടർന്ന് 587 പേരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. ബാക്കി വന്ന 1031 പേരെ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടതാണെന്നും അത് ഒഴിവാക്കാനുള്ള തീരുമാനം പട്ടിക അട്ടിമറിക്കുന്നതിന് തുല്യമാണെന്നുമാണ് സമരസമിതിയുടെ പക്ഷം. ന്യൂസ് മലയാളം, കാസർഗോഡ്.